പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ്. നവോത്ഥാനത്തിൻ്റെ ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരാളാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പഠിക്കാം. കേരള നവോത്ഥാനത്തിൻ്റെ മാർഗദർശി എന്നറിയപ്പെടുന്നു. വൈകുണ്ഠ സ്വാമികൾ കേരള നവോത്ഥാനത്തിൻ്റെ മാർഗദർശി എന്നറിയപ്പെടുന്നു. കേരള നവോത്ഥാനത്തിലെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യ സാമൂഹ്യ വിപ്ലവകാരി എന്നറിയപ്പെടുന്നു. നാരായണ പണ്ടാരം, വൈഷ്ണവ യോഗി, സമ്പൂർണ്ണദേവൻ, അയ്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്നാമത്തത് കേരള നവോത്ഥാനത്തിൻ്റെ മാർഗദർശി, കേരള നവോത്ഥാനത്തിലെ തുടക്കക്കാരൻ, തിരുവിതാംകൂറിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ്, കേരളത്തിലെ ആദ്യ സാമൂഹ്യ വിപ്ലവകാരി, നാരായണ പണ്ടാരം, വൈഷ്ണവ യോഗി, സമ്പൂർണ്ണദേവൻ, അയ്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. വൈകുണ്ഠസ്വാമിയുടെ ശരിയായ പേര് മുടിചൂടും പെരുമാൾ എന്നാണ്. വൈകുണ്ഠസ്വാമിയെ വിളിപ്പേര് മുത്തുക്കുട്ടി. ഇതെല്ലാം PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പല പ്രാവശ്യങ്ങളിലും ചോദിച്ചിട്ടുള്ളതാണ്. വൈകുണ്ഠസ്വാമിയുടെ ശരിയായ പേര് മുടിചൂടും പെരുമാൾ, വിളിപ്പേര് മുത്തുക്കുട്ടി. സമുദായം ചോദിച്ചിട്ടുണ്ട്. ചന്നാർ അല്ലെങ്കിൽ നാടാർ, ഇത് രണ്ടിലേതെങ്കിലും ആയാലും ശരിയാണ് കേട്ടോ. സമുദായം ചന്നാർ, ചാനർ അല്ലെങ്കിൽ നാടാർ. ജനനം 1850 മാർച്ച് 12 സോമിത്തോപ്പിൽ, ശാസ്താംകോവിൽ, വിള, നാഗർകോവിൽ. ഈ 3 പേരുകൾ തന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം വന്നാൽ ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ 3 ഒരുമിച്ച് വരില്ല. അപ്പോൾ സോമിത്തോപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അതെവിടെയാണ്? ശാസ്താംകോവിൽ, വിളയെ, നാഗർകോവിലെ. അപ്പോൾ ഈ 3 പേരുകളും ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പേരിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നാലും ശരിയാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ അഖിലത്തിരട്ട്, അമ്മാനെ, അരുൾനൂൽ. അടുത്തത് വൈകുണ്ഠസ്വാമികളുടെ ജീവചരിത്രം അഖിലം. അത് എഴുതിയേക്കുന്നത് ഹരിഗോപാലനാണ് എഴുതിയത്. വിഷ്ണുവിൻ്റെ അവതാരം എന്ന് സ്വയം പ്രഖ്യാപിച്ച പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഊഴിയം വേലക്കെതിരെ വൈകുണ്ഠർ ഉയർത്തിയ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം. ഊഴിയം വേലക്കെതിരെ വൈകുണ്ഠർ ഉയർത്തിയ മുദ്രാവാക്യം വേല ചെയ്താൽ കൂലി കിട്ടണം. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രം അശുദ്ധമാക്കിയ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠർ ആരംഭിച്ച ആരാധനാലയങ്ങൾ നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വൈകുണ്ഠർ ആരംഭിച്ച ആരാധനാലയങ്ങൾ നിഴൽ താങ്കൾ എന്ന് അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. വൈകുണ്ഠർ അവതാരമെടുത്ത സ്ഥലം തിരുച്ചെന്നൂരാണ് വൈകുണ്ഠർ അവതാരമെടുത്ത സ്ഥലം. സ്വാതി തിരുനാളിൻ്റെ ഭരണത്തെ അനന്തപുരത്തെ കറുത്ത നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീചന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സ്വാതി തിരുനാളിൻ്റെ ഭരണത്തെ അനന്തപുരത്തെ കറുത്ത നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീചന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് ചന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ചന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. 1837 വൈകുണ്ഠ ശിങ്കാരത്തോപ്പ് ജയിലിലടച്ച തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ 1837 വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിലടച്ച തിരുവിതാംകൂർ രാജാവ് ആണ് സ്വാതി തിരുനാൾ. ഈ ജയിലിൻ്റെ പേരും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ശിങ്കാരത്തോപ്പ്. ജയിലിലടച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ.
ആരുടെ നിർദ്ദേശപ്രകാരമാണ് 1839 ജയിലിൽ നിന്ന് വൈകുണ്ഠസ്വാമികളെ മോചനം ആക്കിയത്? തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരമാണ്. വൈകുണ്ഠരുടെ പ്രസ്താവനകൾ: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു നീതി. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്താവനകൾ: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു നീതി. പിന്നെയോ, ഹിന്ദു മതത്തിലെ അസമത്വങ്ങൾക്ക് പരിഹാരം ക്രിസ്തു മതമല്ല. അടുത്തത്, സമപന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠരുമായിട്ട്. സമപന്തി ഭോജനം, വൈകുണ്ഠർ നടത്തിയ അന്നദാനം. ഇത് വേറൊരു പേരിലും ചോദിക്കാം, അതാണ് സമപന്തി ഭോജനം. അപ്പം സമപന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠർ. വൈകുണ്ഠർ നടത്തിയ അന്നദാനം ഏതാണ്? സമപന്തി ഭോജനം. അപ്പോൾ പന്തി ഭോജനം ആരുടെയാണ്? തൈക്കാടയ്യ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം ഭാഗ്ബടാനന്ദൻ. ഈ ഭോജനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായ കോഡ് വെച്ചിട്ട് പഠിക്കണം. കേരളത്തിൽ ആദ്യമായി മിശ്രഭോജനം നടത്തിയത് നാരായണ ഗുരുദേവനാണ്. കേരളത്തിൽ ആദ്യമായി മിശ്രഭോജനം നടത്തിയത് ശ്രീനാരായണ ഗുരുദേവനാണ്. വൈകുണ്ഠർ നിർമ്മിച്ച കിണർ സ്വാമി കിണർ എന്ന് അറിയപ്പെടുന്നു. വൈകുണ്ഠർ നിർമ്മിച്ച കിണറാണ് സ്വാമി കിണർ. അപ്പം മണിക്കിണർ എന്ന് പറഞ്ഞാൽ എന്താണ്? മണിക്കിണർ മാമാങ്കത്തിൽ മരിച്ചു വീഴുന്ന ചാവേറുകളുടെ ശരീരം സംസ്കരിക്കുന്ന കിണറാണ് മണിക്കിണർ. ഇവ രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. തൂവയിൽ പന്തി കൂട്ടായ്മ സംഘടിപ്പിച്ച പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ തൂവയിൽ പന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠർ ആരംഭിച്ച മതമാണ് അയ്യാവഴികൾ. വൈകുണ്ഠർ ആരംഭിച്ച മതമാണ് അയ്യാവഴികൾ. അയ്യാവഴികളുടെ ചിഹ്നമാണ് തീജ്വാല ഏന്തിയ താമര. 2 തവണ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അയ്യാവഴികളുടെ ചിഹ്നമാണ് തീജ്വാല ഏന്തിയ താമര. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യന്മാർ തൈക്കാട് അയ്യ. വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യഗണത്തിന് അറിയപ്പെടുന്നതാണ് പഞ്ചപാണ്ഡവർ അല്ലെങ്കിൽ ചിതർ. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പഞ്ചമൂർത്തികളാണ് അമ്പലപ്പതി, പൂപ്പതി, മുട്ടപ്പതി, സ്വാമിത്തോപ്പ്, പതിതാമരക്കുളം പതി. എന്തൊക്കെയാണ്? അമ്പലപ്പതി, പൂപ്പതി, മുട്ടപ്പതി, സ്വാമിത്തോപ്പ്, പതി താമരക്കുളം പതി. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പഞ്ചമൂർത്തികൾ ഒന്നുകൂടി പറയാം. അമ്പലപ്പതി, പൂപ്പതി, മുട്ടപ്പതി. സ്വാമിത്തോപ്പ് പതിയാണ് കേട്ടോ. താമരക്കുളം പതി അങ്ങനെയാണ്, അല്ലാതെ പതി താമരക്കുളം പതിയല്ല. അമ്പലപ്പതി, പൂപ്പതി, മുട്ടപ്പതി, സ്വാമിത്തോപ്പ് പതി, താമരക്കുളം പതി. വൈകുണ്ഠസ്വാമി സമാധിയായത് 1851 ജൂൺ 3 അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരളത്തിൽ മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താക്കള് ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, കരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, TR കൃഷ്ണസ്വാമി അയ്യർ, VT ഭട്ടതിരിപ്പാട്. അപ്പോൾ ഒന്നും കൂടി പറയാം. കേരളത്തിൽ മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, കരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, TR കൃഷ്ണസ്വാമി അയ്യർ, VT ഭട്ടതിരിപ്പാട്. ഇത്രയും സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് കേരളത്തിലെ മിശ്രഭോജനം നടത്തിയിട്ടുള്ളത്. ഇതോടെ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള PSCക്ക് വന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. അപ്പോൾ നിങ്ങൾ ഏത് PSC പരീക്ഷയ്ക്ക് പോയാലും ഈ പോർഷൻ ഒഴിവാക്കരുത്. ഇത് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.